കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സമൻസുമായി ബന്ധപ്പെട്ട് വരുന്ന നമ്മുടെ രണ്ടാമത്തെ വീഡിയോ പോർഷനാണ്. ഒന്നാമത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാനത് എന്താ പറയുക, താഴെ അതിൻ്റെ ലിങ്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആ ലിങ്ക് തുറന്ന് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത്, ഒരു സമൻസ് ഒരു എതിർ കക്ഷിക്ക് അല്ലെങ്കിൽ ഒരു ഡിഫൻഡിന് കിട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ടും ആ സമൻസിൽ ഒരു ഡേറ്റ് ഉണ്ടാവും. ആ ഡേറ്റിൽ നമ്മൾ എന്ത് ചെയ്യണം, കോടതിയിൽ നമ്മൾ ഹാജരാകണം എന്നുള്ളതാണ് ആ സമൻസിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ പറഞ്ഞ ഡേറ്റിൽ അല്ലെങ്കിൽ ആ ഹിയറിംഗ് ഡേറ്റിൽ ആരാണ് ശരിക്കും കോടതിയിൽ ഹാജരാകേണ്ടത്, അതുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട പോയിന്റുകളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഇതെല്ലാം ഡിസ്കസ് ചെയ്യുന്നത് സിവിൽ പ്രൊസീജിയർ കോഡിലെ ചാപ്റ്റർ 5 എന്ന് പറയുന്ന ഒരു പോർഷനിലാണ് വരുന്നത്. പ്രധാനമായിട്ട് 3 പോയിന്റുകളാണ് നമുക്കതിൽ നോക്കാനായിട്ടുള്ളത്. അത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം ആ സെക്ഷൻ പറയാം, അതിനുശേഷം നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം. പോയിന്റ് ഇങ്ങനെയാണ്: എ ഡിഫൻഡൻറ്റ് to whom a summons has been issued under sub-rule 1 may appear, first one, in person, or second one, by a pleader duly instructed and able to answer all material questions relating to the suit, or third one, by a pleader accompanied by some person able to answer all such questions എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഡിഫൻഡൻ്റ് എന്ന് പറയുകയാണെങ്കിൽ ആരാണ്? നമ്മൾ എതിർകക്ഷി എന്ന് തന്നെയാണ് നമ്മളോട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഹിയറിംഗ് ഡേറ്റിൽ ആരൊക്കെ പോകണം? ഒന്നില്ലെങ്കിൽ എതിർകക്ഷി നിർബന്ധമായിട്ടും പോകണം. അതാണ് ഇൻ പേഴ്സൺ എന്ന് പറയുന്നത്. നമുക്ക് പോകണം, കേസുള്ള ദിവസം നമ്മളവിടെ പോവാം. കേസ് വിളിക്കുമ്പോൾ നമ്മൾ ജഡ്ജിയുടെ മുമ്പിൽ പ്രസൻ്റ് ആക്കുക. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു കാരണവശാൽ പോകാനായിട്ട് പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ പറയുന്നത് ആരാണ്? ബൈ എ പ്ലീഡർ. പ്ലീഡർ എന്ന് പറയുമ്പോൾ നമ്മുടെ വക്കീലിനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. വക്കീലിന് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഒറ്റയ്ക്ക് നമുക്ക് വേണ്ടി കോടതിയിൽ പോകാനായിട്ട് പറ്റും. അങ്ങനെ ഒറ്റയ്ക്ക് പോകുന്ന സാഹചര്യത്തിൽ നമ്മുടെ കേസിനെ പറ്റിയിട്ട് വ്യക്തമായൊരു ധാരണ ആർക്കുണ്ടാകണം? ഈ വക്കീലിനുണ്ടാകണം. നമ്മുടെ കേസിൻ്റെ എന്ത് സംഭവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കോടതിയിൽ ചോദിച്ചാലും ഉത്തരം പറയുവാനായിട്ട് ആളെ കൊണ്ട് സാധിക്കണം. അതാണ് ഏബിൾ ടു ആൻസർ ഓൾ മെറ്റീരിയൽ ക്വസ്റ്റ്യൻസ് റിലേറ്റിംഗ് ടു ദി സ്യൂട്ട് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ പറഞ്ഞത് എന്താണ്? വക്കീലും വക്കീലിൻ്റെ കൂടെ വക്കീലിന് ഇപ്പോൾ എല്ലാ ഉത്തരങ്ങളും പറയാനായിട്ട് പറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൻ്റെയോ കേസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഒരുപക്ഷെ പെട്ടെന്ന് തന്നെ അറിയണമെന്ന് നിവർത്തിയില്ല, നിർബന്ധമില്ല. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ വക്കീലിൻ്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ കേസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പറയുവാനായിട്ട് അറിയുന്ന ഒരാളെയും എന്ത് ചെയ്യാം? വക്കീലിൻ്റെ കൂടെ നമുക്ക് പറഞ്ഞയക്കാം. അങ്ങനെ വക്കീലിൻ്റെ കൂടെ പറഞ്ഞയക്കുന്ന ഒരാൾ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ നോർമൽ ലെവലിൽ അങ്ങനെ പോകുന്ന ആൾ എന്ന് പറയുന്നത് നമ്മളൊരു പവർ ഓഫ് അറ്റോർണി എഴുതി കൊടുത്തിട്ട് നമുക്ക് പകരം കോടതിയിൽ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും. പലപ്പോഴും ചിലപ്പോൾ നമ്മൾ വിദേശ രാജ്യങ്ങളിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംസ്ഥാനത്തോ ആയിരിക്കും, അല്ലെങ്കിൽ ലീവ് കിട്ടാത്ത സാഹചര്യങ്ങളൊക്കെ വരും. അങ്ങനെയൊക്കെ വരുന്ന സിറ്റുവേഷനിൽ അല്ലെങ്കിൽ നേരിട്ട് കോടതിയിൽ ഹാജരാകാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ വരും. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പവർ ഓഫ് അറ്റോർണി വെച്ചുകൊണ്ട് നമുക്ക് പകരം വക്കീലും ഈ വ്യക്തിയും കൂടി കോടതിയിൽ ഹാജരാവുക എന്നുള്ള ഒരു മെത്തേഡും നമുക്കിവിടെ ഫോളോ ചെയ്യുവാനായിട്ട് സാധിക്കും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. പക്ഷേ ഒരു പേഴ്സണൽ ഒരു എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് പറയുന്ന ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നോർമൽ ലെവലിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ബാക്കി ആരേക്കാളും കൂടുതൽ അറിവുള്ളത് ആർക്കായിരിക്കും? നിങ്ങൾക്ക് മാത്രമായിരിക്കുമല്ല. അപ്പോൾ അതുകൊണ്ട് നോർമൽ ലെവലിൽ ഒരു കേസ് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ വക്കീലും വക്കീലിൻ്റെ കൂടെ നിങ്ങളും കൂടി കേസിൻ്റെ തുടക്ക കാലഘട്ടത്തിൽ നിർബന്ധമായിട്ടും പോവാം. അതിനുശേഷം എന്ത് ചെയ്താൽ മാത്രം മതി? നിങ്ങൾ പവർ ഓഫ് അറ്റോർണി വെച്ചുകൊണ്ട് കേസ് മുന്നോട്ട് കൊണ്ടുപോയാൽ മതി. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രത്യേകം ഓർക്കുക. ഇതെല്ലാം കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ഇതുപോലെ കേസുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് നോക്കുക. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 2 വീഡിയോയിലും കൂടി പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്നും കൂടി ചുരുക്കി പറയാം. നിങ്ങൾക്ക് കോടതിയിൽ നിന്നും ഒരു കടലാസ് വരുന്നു, അതാണ് സമൻസ് എന്ന് പറയുന്നത്. സമൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? 30 ദിവസത്തിനുള്ളിൽ അതിന് മറുപടി ഫയൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. 30 ദിവസത്തിനുള്ളിൽ ഫയൽ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു 30 ദിവസം കൂടി കോടതിയിൽ നിന്നും ചോദിച്ചു മേടിക്കാം. അപ്പോൾ 60 ദിവസമായി. 60 ദിവസമായിട്ടും ഫയൽ ചെയ്യാനായിട്ട് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു 30 ദിവസം കൂടി ചോദിച്ചു മേടിക്കാം. അപ്പോൾ 90ആയി. എന്നിട്ടും പറ്റിയില്ല എന്നുണ്ടെങ്കിലോ വീണ്ടും ഒരു 30 ദിവസം ചോദിക്കാം. 120 ദിവസം വരെയായി.
എൻ്റെ അഭിപ്രായത്തിൽ പരമാവധി നിങ്ങളുടെ 30 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ മറുപടി കോടതിയിൽ ഫയൽ ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. കാരണം കേസ് പെട്ടെന്ന് നീങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോയാലാണ് കേസ് സ്പീഡിൽ കഴിയുള്ളൂ. അല്ലെങ്കിലോ കേസ് നീണ്ടു പോകാനായിട്ടുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടാകുന്നത്. ക്ലിയർ ആയില്ലേ? ഇതാണ് ഇതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ സർവീസ് ഓഫ് സമൻസ് എന്ന് പറയുന്നൊരു പോയിൻ്റാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതായത് നമുക്കൊരു സമൻസ് കിട്ടി എന്ന് പറഞ്ഞു. അപ്പോൾ ആ സമൻസ് എങ്ങനെയൊക്കെയാണ് എതിർകക്ഷിക്ക് നമുക്ക് കൈമാറാനായിട്ട് സാധിക്കുക, അതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള വഴികൾ എന്തൊക്കെയാണ്, ഇതൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.